ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് ടവർ ബ്രിഡ്ജ് വരെ ഒന്ന് പോവാം നമുക്ക്, ലണ്ടനിലുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, ഇത് നമ്മൾ പോകുന്നത് ഇപ്പോൾ ബാർക്കിങ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ആ സ്റ്റേഷനിൽ കേട്ടാ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് C2C ട്രെയിൻ എടുത്തിട്ട് വേണം നമുക്ക് ഈ ടവർ ബ്രിഡ്ജ് പോകാനായിട്ട്. അത്യാവശ്യം ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഫോൺ ടാപ്പ് ചെയ്ത് നമ്മൾ അകത്ത് കയറിയിട്ടാ. അതെ, ഈ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് നിൽക്കേണ്ട പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് 5th ആണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ C2C ട്രെയിൻ വരുന്നത്. അപ്പോൾ അതേ നമ്മുടെ ട്രെയിൻ വന്നു കേട്ടാ. ഇതാണ് നമ്മുടെ C2C ട്രെയിൻ. ഷാർപ്പ് ടൈം ആട്ടാ, ടൈമിൻ്റെ കാര്യത്തിലൊക്കെ പക്ക. ഇവിടെ നിന്നൊരു 3ാമത്തെ സ്റ്റോപ്പാണ് നമ്മുടെ. ഇടയിൽ കൂടെ സ്റ്റോപ്പ് ഉണ്ട്, പക്ഷെ അതൊന്നും ഈ ട്രെയിൻ നിർത്തില്ല. അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തിയിട്ടാ. ഈ ഫ്രഞ്ച് ചർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പാണ് നമ്മുടെ. അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ ടവർ ബ്രിഡ്ജിക്ക്. അവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാട്ടെ ഈ സ്റ്റെപ്പുള്ള ഈ ഏരിയ കണ്ടത്. അവിടെ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഹൈറ്റിലേക്ക് നമ്മൾ എത്തും. അവിടെ എത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വ്യൂ നമുക്ക് കാണാം. കണ്ടില്ലേ, അവിടെ ഒരു പാലസിൻ്റെയും കാണാം. പിന്നെ നമ്മുടെ ആ ടവർ ബ്രിഡ്ജിൻ്റെ ഏരിയയിലുള്ള ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത്.
ഇത് നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിക്ക് പോകുന്ന ലണ്ടൻ ബ്രിഡ്ജ് എന്നല്ല പറയാ, ശരിക്കും ടവർ ബ്രിഡ്ജ് ആണെന്നാണ് പറയാ. ആ ടവർ ബ്രിഡ്ജിക്ക് പോകുന്ന റൂട്ടിലേക്കുള്ള ഒരു മെയിൻ റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വണ്ടികളൊക്കെ അതിൻ്റെ ഈ അവിടെ എപ്പോഴും ഈ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് എപ്പോഴും തിരക്കും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അത്യാവശ്യം ചെറിയൊരു സണ്ണി ആണ് കേട്ടോ, അതായത് വെയിലുണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. സോ എല്ലാവരും ഒന്ന് സഹകരിക്കുക, കാരണം വീഡിയോ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. കണ്ടില്ലേ, അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ ടവർ ബ്രിഡ്ജിൻ്റെ മെയിൻ ഏരിയ. അത് ഇതൊക്കെ കാണുന്നതിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. കണ്ടില്ലേ, അടിപൊളി. അതായത് എനിക്കിത് നിങ്ങളിപ്പോൾ ഇത് ഫോണിൽ കാണുമ്പോൾ എത്രത്തോളം മനോഹരമാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് സ്കൈ ഒക്കെ ഫുൾ ക്ലിയറാണ്, കംപ്ലീറ്റ് ക്ലിയറാണ്, ഒരു രക്ഷയില്ല കാണാനായിട്ട്. ആ ടവർ ബ്രിഡ്ജ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോണ്ടല്ലോ, അതൊരു ഫീലിംഗ് ആണ് കാണുമ്പോൾ. ഈ ടവർ ബ്രിഡ്ജ് ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ എന്താ ഫീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് നമ്മുടെ ഈ സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഈ വാൾപേപ്പറൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ കാണാമെന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ആ ടവർ ബ്രിഡ്ജൊക്കെ നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ലൈഫിൽ. എപ്പോഴേലൊക്കെ ഇവിടെ എത്തണം എന്ന് മനസ്സുകൊണ്ട് അറിയാണ്ട് പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്തേക്ക് ഇവിടെ വന്ന് ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഇത് ഇത്ര പുതുമായിട്ടൊന്നും തോന്നില്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് വന്ന് കാണുമ്പോൾ ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ ഇവിടെ ഈ ടവർ ബ്രിഡ്ജ് എനിക്ക് വന്നിട്ട് ഞാനൊരു 3-4 വട്ടമായി. പക്ഷേ എന്തായാലും അതിൻ്റെ അകത്തുള്ള ആ ഗ്ലാസ് ബ്രിഡ്ജ് അത് നമ്മളെന്തായാലും ഇന്ന് കയറും. അതായത് മറ്റേ സ്പൈഡർമാനൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം കേട്ടോ, സ്പൈഡർമാൻ ഫിലിമിലുള്ള ആ ഒരു ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെ തന്നെയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നതിൻ്റെ. അപ്പോൾ നമുക്ക് അതിനകത്തൊക്കെ ഞാൻ കയറി കാണിക്കാം. അതെ, ആ കാണുന്നത് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അകത്തേക്കുള്ള ക്യൂ ആണ് കേട്ടോ. നമുക്ക് മുകളിൽ ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കിടക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവിടേക്കുള്ളൊരു ക്യൂ ആണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് 13 പൗണ്ടാണ് വരുന്നത് ഒരു അഡൾട്ടിന്. സ്റ്റുഡൻസ് ആണെങ്കിൽ പൈസ കുറയും, ചൈൽഡ് ആണെങ്കിലും പൈസ കുറയും. പക്ഷേ ഒരു അഡൾട്ടിന് ഇവിടെ 1 ടിക്കറ്റിന് 13 പൗണ്ട് വരുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു 1300 രൂപയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത്. പിന്നെ ഇതൊരു ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ ഇതാ കണ്ടില്ലേ, ആ കാണുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ ലണ്ടൻ ബ്രിഡ്ജ്, അതായത് ടവർ ബ്രിഡ്ജ്. അത് ആ പണ്ട് കാലത്തെ ആ ഷോട്ടുകളാണ് ഈ കാണിക്കുന്നത് സ്ക്രീനിൽ കേട്ടോ. കണ്ടില്ലേ ആ കുതിരവണ്ടിയും കാര്യങ്ങളൊക്കെ. ആ കാലം തൊട്ടേ ഇവിടെ ഇതുണ്ട്, ഒന്ന് ആലോചിക്കേ. അപ്പോൾ നമ്മളത് ഇനിയിപ്പോൾ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് നടക്കാൻ പോകട്ടെ. ഇത് ഫുള്ള് ഗ്ലാസ് ഒന്നുമല്ല, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഫുള്ള് ഗ്ലാസ് ആയിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, അതിൽ ആ സെൻട്രലിൽ കാണുന്ന ആൾക്കാർ അവിടെ കട്ടൗത്തിക്കുണ്ടാവുക. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രമാണ് ഒരു ഗ്ലാസ് ആയിട്ട് ഉള്ളത്. പക്ഷേ ഓക്കെ, നമ്മളിപ്പോൾ എന്നാൽ അങ്ങോട്ട് നമുക്ക് നീങ്ങാം.
പിന്നെ കണ്ടില്ല ഇതാ ആൾക്കാരൊക്കെ ആ ഹിസ്റ്ററി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്ത് തന്നെ ഈ ടവർ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ 2 ഏരിയ ഉണ്ടാകും. ഇതൊരു ബ്രിഡ്ജ്, അപ്പുറത്ത് തന്നെ വേറെ ബ്രിഡ്ജ്. അത് ആ രണ്ടും കാണുന്നതാണ് നമ്മൾ ഈ ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും പോവാം. നമുക്ക് ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാട്ടോ, അത് രക്ഷയില്ല. നമ്മളിപ്പോൾ ആ താഴെ കാണുന്ന വലിയൊരു തടാകവും കാര്യങ്ങളൊക്കെ, പിന്നെ ബോട്ട് ഷിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നതും, പിന്നെ ആ ബിൽഡിങ്ങുകൾ അങ്ങനെ നിൽക്കുന്നതും സ്കൈ അങ്ങനെ നിൽക്കുന്നത് ഒരു വേറെ ലെവൽ ഫീലിംഗ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ്, അപ്പോൾ നമ്മളത് കായലടുത്ത് തന്നെ നിൽക്കാൻ പോവുക. കണ്ടില്ലേ, ആ വെള്ളം കാണാം, ആ റോഡ്, പിന്നെ വണ്ടികൾ പോകുന്ന ഏരിയ. ഇതാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നടക്കുമ്പോൾ ഒരു വേറെ ഫീലിംഗ് ആണ്. അത്ര പേടിയൊന്നും നമുക്ക് തോന്നില്ല, എന്നാലും അതങ്ങനെ കാണുമ്പോൾ എന്താ പറയുക, രസമാണ് സംഭവം. ഞാൻ ആലോചിക്കും ഇത് ഫുള്ള് ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു നിങ്ങളുടെ അവസ്ഥ. അത് ശരിക്കും അങ്ങനെയാണെങ്കിൽ പേടിയാവട്ടെ. കാരണം ഇപ്പം തന്നെ പകുതി ഞാൻ സെൻട്രലിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇതെങ്ങാനും പൊളിഞ്ഞെങ്ങാനും താഴെ പോയാലുള്ള അവസ്ഥ. നെഗറ്റീവ് പറയുന്നതല്ല കേട്ടോ, അടിപൊളി തന്നെയാണ് കേട്ടോ. ഒരുപാട് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല, നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. കണ്ടില്ലേ, മനോഹരമായൊരു കാഴ്ച. അങ്ങനെ നമ്മളിത് തൊട്ട് ഇപ്പുറത്തുള്ള ആ ബ്രിഡ്ജിക്ക് നമ്മൾ കടന്നു കൂട്ടാം. നമ്മൾ അവിടെ നിന്ന് ഞാൻ രണ്ടാമതൊരു ബ്രിഡ്ജ് കാണിച്ചില്ലേ, ഇപ്പം നമ്മൾ രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ അവിടെയാണ്. സെയിം തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ കാണുന്ന വ്യൂവിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ഈ വേറെ ഒന്നല്ല, ആ ബിൽഡിങ്ങുകൾ അവിടെ കണ്ടത് വേറെ, ഇത് വേറെ സൈഡ്. ഇതാ കണ്ടല്ലേ, സ്കൈ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ, അടിപൊളി വ്യൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് അടുത്ത ഗ്ലാസ് ബ്രിഡ്ജ്. നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ഇത് ഇവിടെയും ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്.
അപ്പോൾ അതിൻ്റെ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ. ആ റോഡും വണ്ടികളും ഒക്കെ കാണുന്ന തടാകം കാര്യങ്ങളും തന്നെ അത്ര തന്നെ. നടക്കുമ്പോൾ ഒരു ഫീല്, പിന്നെ ആംഗിളുകൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതെ, ഇത് ഇവിടെ പിന്നെ ഇങ്ങനെ കാണാം, അതായത് കണ്ടല്ലേ എന്നെ കാണാം. ചില ആൾക്കാർക്ക് പേടിയുണ്ട് കേട്ടോ, ചില ആൾക്കാർക്ക് എന്താണെന്നറിയില്ല. അതും ചെറിയ പിള്ളേരല്ല, പിള്ളേരൊക്കെ ലാവിഷായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ചില വലിയ ആളുകൾ സൈഡ് പിടിച്ചങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നടപ്പ് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മളത് പുറത്തേക്ക് ഇറങ്ങി. അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. പിന്നെ ഇവിടെ അതേ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ കണ്ടു. പിന്നെ അതേ അവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ആട്ടോ ഈ വെള്ളം ഇങ്ങനെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ആളുകൾ നിൽക്കുന്ന ഭാഗവും ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ വെള്ളമൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഏരിയ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് ഇതേ ഒരു ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട്. അതാ അത്യാവശ്യം പേരും കാണാനൊക്കെ എല്ലാ വ്യൂ അടിപൊളി. ആ കാണുന്നതായിട്ട് നമ്മൾ നടന്ന ബ്രിഡ്ജ് കണ്ടില്ലേ? ഞാൻ പറഞ്ഞു ആദ്യത്തെ ബ്രിഡ്ജ് അത്, രണ്ടാമത്തെ ബ്രിഡ്ജ് ഇത്. കണ്ടാ ആ സെൻറ്ററിലൊരു ആ ഗ്ലാസ്സിൽ കൂടെയാണ് നമ്മൾ നടന്നത്. കണ്ടാ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. ഇനി നമുക്ക് താഴേക്കൊന്ന് പോകണം. അപ്പോൾ ഈ കാണുന്ന വഴിയായിട്ട് നമ്മൾ താഴേക്ക് പോകുന്ന വഴി. ഇവിടുന്ന് താഴെ എത്തി കഴിഞ്ഞാൽ ടവർ ബ്രിഡ്ജ് നല്ല അടിപൊളിയായിട്ട് കാണാം. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതേ ആ താഴെ നിന്നുള്ള വ്യൂ ആട്ടോ ടവർ ബ്രിഡ്ജിൻ്റെ. കണ്ടാ എന്ത് ഭംഗിയാ നോക്കി, അടിപൊളി വ്യൂ. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയണത് ഇവിടെ ആൾക്കാർക്ക് ഫുൾ ടൈം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കും, ഫോട്ടോസൊക്കെ എടുക്കും. പിന്നെ ചിലർ ബർത്ത്ഡേ പാർട്ടി എടുത്തും, ചിലർ പാട്ടൊക്കെ വെച്ച് വൈബായിട്ടങ്ങ് ഇരിക്കും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്നിട്ടാ. ഈ ലൈറ്റ് ഇട്ട് കാണുന്ന കണ്ട ലെഫ്റ്റ് സൈഡിലൊക്കെ ഇതൊക്കെ ഓരോ ഷോപ്പുകളാട്ടാ. നമ്മുടെ നാട്ടിൽ ഈ തട്ടുകടകൾ പോലെ തന്നെ ഇവിടെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷോപ്പുകളൊക്കെ തുറക്കും, ഓപ്പൺ ചെയ്യും. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഡിസംബറാണ് വരാൻ പോകുന്നത്. സോ ആ സമയത്ത് ഇവിടെ ഫുൾ ഓപ്പൺ ആയിരിക്കും. ഈ കാണുന്നത് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അവിടെ കാണാനായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈബ് വേറെ തന്നെയായിരിക്കും. ഞാനിവിടെ അടുത്തുള്ള കണ്ട 5 Guys. ഇവിടെ നിന്നാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ കയറാൻ പോണത്. അങ്ങനെ 5 Guys കയറി ഒരു ബീഫ് ഹോട്ട് ഡോഗ് കഴിച്ച് അങ്ങ് ഇരിക്കട്ടെ. ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി അടിപൊളി, രക്ഷയില്ല. ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടാ. ഇപ്പം നിങ്ങൾക്കൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ കണ്ട മുതൽ
നമ്മുടെ നേവിക്കാരുടെ വാർഷിപ്പാട്ട ഇതാണ്ട മുതൽ സാധനം തന്നെയാട്ടത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഈ വാർഷിപ്പിന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഈ മ്യൂസിയൊക്കെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇതിനകത്ത് കയറി നമുക്ക് കാണുകയൊക്കെ ചെയ്യാം. അത് ഞാനൊരു വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം സെപ്പറേറ്റ് ആയിട്ട്. കണ്ടോ അത്യാവശ്യം വലുപ്പം കാര്യങ്ങളുണ്ട്. ഈ റൈറ്റ് സൈഡിലൊക്കെ കാണുന്ന റെസ്റ്റോറൻറ്റ് കേട്ടോ. ഫുഡും ഡ്രിങ്ക്സും എല്ലാം കിട്ടും ഇവിടെ. അടിപൊളി വൈബ് ഇവിടെ ഇരിക്കാൻ തന്നെ. ക്രിസ്മസ് ട്രീ കണ്ടില്ലേ, ഡിസംബർ ആയി. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അവർ ട്രീ ഒക്കെ ഇപ്പോഴേ സെറ്റാക്കി വെച്ചു. ആ ഒരു ടൈമിൽ ഇവിടെ ഫുൾ വൈബായിരിക്കും, ഫുൾ ലൈറ്റും കാര്യങ്ങളും. അതൊക്കെ നമുക്ക് ഇനിയും വരുന്ന വീഡിയോസിൽ ഞാൻ കാണിക്കാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ടവർ ബ്രിഡ്ജ് കണ്ടു. ലണ്ടനിലുള്ള മെയിൻ ഏരിയയാണ് ടവർ ബ്രിഡ്ജ്. പിന്നെ നമ്മുടെ ആ ഗ്ലാസിൻ്റെ മുകളിൽ കൂടെ നടക്കും. ഞാൻ ആദ്യമായിട്ട് നടക്കണേ, അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അതും കൂടി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, അപ്പോൾ അതുവരെ ബൈ.